അവ്യക്ത സന്ദേശം. ഇന്ന് പ്രിയപ്പെട്ട ബാബയുടെ അടുക്കൽ വചനത്തിൽ ഭോഗുമായി എത്തിച്ചേർന്നു. ഇന്ന് വചനത്തിൽ എത്തിച്ചേർന്നപ്പോൾ വചനത്തിൽ ഒരു ഗീതം കേൾക്കുന്നുണ്ടായിരുന്നു. വളരെ പഴയ ഒരു ഗീതമാണ്. നോക്കൂ നിന്റെ ലോകത്തിൻ്റെ അവസ്ഥ. ഈ ഒരു ഗീതം വച്ചിരിക്കുകയായിരുന്നു. ബാബ ചോദിച്ചു, കുട്ടി, ഗീതത്തിൻ്റെ വരികൾ കേട്ടുവോ? ഞാൻ പറഞ്ഞു, ബാബ, ഗീതത്തിൻ്റെ ലൈൻ കേട്ടു. ബാബ പറഞ്ഞു, ഇന്നേക്ക് 60-70 വർഷം മുമ്പ് മുതലേ ഈ ഗീതം ആർക്കു വേണ്ടിയാണ് വെച്ചത്? ഉണ്ടാക്കിയത് അജ്ഞാനികളായ ആത്മാക്കളാണ്. എന്നാൽ ഈ ഗീതം ആ സമയത്ത് ബാധകമായത് ബ്രാഹ്മണ കുട്ടികളായ നിങ്ങൾക്കാണ്. കാരണം ബ്രാഹ്മണ കുട്ടികളായ നിങ്ങളെ ബാബയ്ക്ക് കണ്ടെത്തണമായിരുന്നു. ലോകത്തോട് വൈരാഗ്യം കൊണ്ടുവരണമായിരുന്നു. അതിനാൽ ഈ ഗീതം ആ സമയത്ത് വയ്ക്കുമായിരുന്നപ്പോൾ കുട്ടികൾക്ക് ഉള്ളിൽ വൈരാഗ്യവൃത്തി വരുമായിരുന്നു. ആ വൈരാഗ്യവൃത്തി കാരണം ബാബയുടെ അനേകം അനന്യരായ കുട്ടികൾ വന്നു ചേർന്നു. ബാബു പറഞ്ഞു, പിന്നീട് ഏതൊരു ഗീതമാണ് വെച്ചത്? നേടേണ്ടിയിരുന്നത് നേടിക്കഴിഞ്ഞു. ഇതും ബ്രാഹ്മണ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഗീതമാണ്. ആ സമയത്ത് അജ്ഞാനികളായ കുട്ടികൾക്ക് ഇത്രയും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ സമയം അനുസരിച്ച് ലോകത്തിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ ലോകത്തിലെ ആത്മാക്കൾ ഏതെങ്കിലുമൊക്കെ കാരണത്താൽ ദുഃഖിതരാണ്, അശാന്തരാണ്, രോഗിയാണ്. ബാബു പറഞ്ഞു, അവർക്ക് ഈ ഗീതം സ്മൃതിയിൽ വന്നുകൊണ്ടിരിക്കുന്നു. കാരണം സമയമനുസരിച്ച് ആ കാര്യങ്ങൾ പൂർണ്ണമായും ബുദ്ധിയിൽ ടച്ചായിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ ഇന്നത്തെ മനുഷ്യാത്മാക്കൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ബാബയുടെ വീട്ടിൽ അഞ്ജലി നേടുന്നതിനു വേണ്ടി, ഏതെങ്കിലും പ്രാപ്തികൾ നേടുന്നതിനു വേണ്ടി വന്നു ചേരുന്നു. ബാബ പറഞ്ഞു, അജ്ഞാനികളായ കുട്ടികൾക്കും അന്തിമത്തിൽ ബാബയുടെ വീട്ടിൽ നിന്നും അഞ്ജലി നേടേണ്ടതുണ്ട്. പിന്നെ ബാബ പറഞ്ഞു, ബ്രാഹ്മണരായ കുട്ടികളുടെ സ്റ്റേജ് എന്താണ്? ഓരോ വസ്തുവിനും 3 സ്റ്റേജ് ഉണ്ടല്ലോ. ബാബു പറഞ്ഞു, ബാബ എല്ലാവരുടെയും 3ാമത്തെ സ്റ്റേജ് നോക്കുന്നു. തീപ്പൊരി ഒരൽപ്പം ഉണ്ടായിട്ടുണ്ട്. ആരെങ്കിലും ഇരുത്തുവാനും ഇല്ലാതാക്കുവാനും തീപ്പൊരി ഉണ്ടാക്കുന്നു. തീപ്പൊരി ഉണ്ടാക്കുമ്പോൾ സൈഡിലേക്കാവുകയും മറയുകയും ചെയ്യുന്നു. അതേപോലെ ബാബ പറഞ്ഞു, ലോകത്തിലും വിനാശത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ചെറിയ തീപ്പൊരികൾ അവിടെ നിന്നും ഇവിടെ നിന്നുമെല്ലാം ഉണ്ടായിരിക്കുകയാണ്, ഉണ്ടാക്കപ്പെട്ടുകൊണ്ടും ഇരിക്കുന്നു. ഇപ്പോൾ തീപ്പൊരി പിടിക്കും, പടരും. എന്നാൽ ബ്രാഹ്മണ കുട്ടികളായ നിങ്ങളുടെ ജോലി എന്താണ്? ഏതെല്ലാം പരിതസ്ഥിതിയോ കാര്യമോ ആണോ വരുന്നത്, അപ്പോൾ ശാന്തമായി സ്നേഹത്തോടെ ശാന്തിയുടെ വൈബ്രേഷൻസ് കൊണ്ട് ആ തീപ്പൊരിയെ സമാപ്തമാക്കണം. കാരണം ബാബയുടെ കുട്ടികളായ നിങ്ങൾ തപസ്വിയും രാജയോഗികളുമാണ്. ശീതളത പ്രദാനം ചെയ്യുന്നവരാണ്. ബാബ ഇന്ന് വചനത്തിൽ വളരെ ഗൗരവത്തോടെ ഈ കാര്യങ്ങൾ കേൾപ്പിക്കുകയും ശിക്ഷണങ്ങൾ നൽകുകയും ചെയ്യുകയായിരുന്നു. പിന്നെ ബാബയുടെ മുന്നിൽ ഭോഗ് വെച്ചിട്ടുണ്ടായിരുന്നു. ബാബ ഭോഗിൽ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കുട്ടി, ഭോഗിൽ ആത്മാക്കളുടെയും കുട്ടികളുടെയും സ്നേഹവും ഓർമ്മകളും അടങ്ങിയിരിക്കുന്നു. ബാബയും അതേ പ്രകാരത്തിൽ സ്നേഹത്തോടെ ആ കുട്ടികളുടെ ഓർമ്മകൾ ഹൃദയത്തിൽ ലയിപ്പിക്കുന്നു. അത് കുട്ടികൾ അനുഭവിക്കുകയും ചെയ്യുന്നു. പിന്നെ ഏതെല്ലാം കുട്ടികളെ പ്രതിയുള്ള ഭോഗ് ആയിരുന്നുവോ, ബാബ അവരെ വളരെ സ്നേഹപൂർവ്വം എമർജ് ചെയ്തു ഭോഗ് സ്വീകരിപ്പിച്ചു. ബാബ പറഞ്ഞു, ആരെല്ലാം ബാബയുടെ വീട്ടിൽ വരുന്നുവോ അവർ ബാബയുടെ വീട്ടിലെ വിശേഷ സ്നേഹസ്മരണകളും സ്നേഹവും എടുത്തുകൊണ്ട് പോകുന്നു.
ഇപ്രകാരം പറഞ്ഞതിനു ശേഷം സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.